ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പോളിംഗ്. 184 ബൂത്തുകളിലും വോട്ടെടുപ്പ് പൂർത്തിയായി. ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായ പാലക്കാട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. യുഡിഎഫിനായി രാഹുൽ മാങ്കൂട്ടത്തിലും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പി സലിനും എൻഡിഎയ്ക്കായി സി കൃഷ്ണകുമാറുമാണ് ജനവിധി തേടിയത്. പാലക്കാട് എംഎൽഎ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും വോട്ടെടുപ്പ് പൂർത്തിയായി. മഹാരാഷ്ട്രയിൽ 58% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 288 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ഝാർഖണ്ഡ് നിയമസഭയിലേക്കുള്ള രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ ഇന്ന് 68% പേർ വോട്ട് രേഖപ്പെടുത്തി. 38 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി ജോർജ് ടൌണിൽ അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവയ്ക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി ഗയാനയിൽ എത്തിയത്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ശ്രീ മോദിയെ ഗയാന വരവേറ്റത്. ഗയാന പ്രസിഡന്റും പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു. 56 വർഷങ്ങൾക്കിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. രണ്ടാമത് കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗയാന പാർലമെന്റിനെ നാളെ അഭിസംബോധന ചെയ്യുന്ന ശ്രീ മോദി രാജ്യത്തെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. സമ്മേളന കാലയളവിൽ ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് യോഗം ചേരുന്നത്. ശീതകാല സമ്മേളനം ഈ മാസം 25 മുതൽ ഡിസംബർ 20 വരെയാണ്. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ തുടക്കമായി. ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിലാണ് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഓസ്ട്രേലിയൻ ചലച്ചിത്രകാരൻ മൈക്കൽ ഗ്രേസി സംവിധാനം ചെയ്ത ബെറ്റർ മാൻ ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 180-ലേറെ ചിത്രങ്ങളാണ് വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആധാരങ്ങളിൽ വില കുറച്ചുവച്ച് ഭൂമി രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാൻ പുതിയ സെറ്റിൽമെന്റ് കമ്മീഷൻ രൂപീകരിച്ച് സർക്കാർ. 1986 മുതൽ 2017 മാർച്ച് വരെയുള്ള ഇത്തരം കേസുകൾ ഫലപ്രദമായി തീർപ്പാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ജില്ലാതലത്തിൽ സെറ്റിൽമെന്റ് കമ്മീഷനുകൾ രൂപീകരിക്കാനും തീരുമാനിച്ചു. 2025 മാർച്ച് 31 വരെയാണ് സെറ്റിൽമെന്റ് കമ്മീഷനുകളുടെ കാലാവധി. സംസ്ഥാനത്ത് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ 20 മുതൽ 30% വരെ കുറവ് ഉണ്ടായതായി മന്ത്രി വീണ ജോർജ്. ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അമിതവുമായ ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ ആശുപത്രികളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 26-ന് സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതു സംബന്ധിച്ച സർക്കുലർ പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ശില്പികൾക്കുള്ള ആദരമായാണ് ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മലയാള സാഹിത്യ സമിതിയുടെ ശ്രവ്യ മാധ്യമ പുരസ്കാരം ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തലയ്ക്ക്. സാഹിത്യ സമിതിയുടെ പ്രഥമ സാംസ്കാരിക പുരസ്കാരത്തിന് മുൻ ഡിജിപിയും എഴുത്തുകാരിയുമായ ആർ ശ്രീലേഖയും നടൻ എം.ആർ. ഗോപകുമാറും അർഹരായി. കൊച്ചി മുസിരിസ് ബിനാലെയുടെ 6ാം പതിപ്പ് 2025 ഡിസംബർ 12-ന് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രശസ്ത ആർട്ടിസ്റ്റായ നിഖിൽ ചോപ്രയും എച്ച് ആർട്ട് സ്പേസസും ബിനാലെയുടെ പുതിയ പതിപ്പ് ക്യൂറേറ്റ് ചെയ്യും. 2026 മാർച്ച് 31 വരെയാണ് ബിനാലെ. അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. മെസ്സി ഉൾപ്പെടെയുള്ള ടീമാകും എത്തുകയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അർജന്റീന ടീം കൊച്ചിയിൽ പ്രദർശന മത്സരം കളിക്കും. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകും മത്സരം നടത്തുകയെന്നും മന്ത്രി അറിയിച്ചു. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വിജയത്തുടക്കം. കോഴിക്കോട് ഇന്ന് നടന്ന ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരളം റെയിൽവേസിനെ പരാജയപ്പെടുത്തിയത്. ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നീ ടീമുകളാണ് ഗ്രൂപ്പിൽ കേരളത്തിന്റെ മറ്റ് എതിരാളികൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.